ഒരു സുറിയാനി ക്രിസ്ത്യാനി ദമ്പതികളായ ഔറാച്ചന്റെയും ശോശാമ്മ അമ്മച്ചിയുടെയും കാനഡ ജീവിതത്തിലെ ഒരു ഏടാണ്. ഷഷ്ടിപൂർത്തി തികഞ്ഞ ഇവർ അവരുടെ മകൻ ജോർജ് കുട്ടിയുടെ ടൊറന്റോയിൽ താമസിക്കുന്നതിനിടയിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് ഇവിടെ ചുരുളഴിയുന്നത്. ഈ കഥ തികച്ചും സാങ്കല്പികമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പേരുകൾക്ക് ആരുമായെങ്കിലും സാദൃശ്യമുണ്ടെങ്കിൽ അത് തികച്ചും യാദൃച്ഛികമാണ്. നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് നിഷ തോമസ്, കോശിമുമ്മൻ, സാജനറ്റി, സ്വരൂപിട്ടി, റേച്ചൽ ഐസക്, സന്തുഷ്ട കുടുംബം. കാണാനില്ലല്ലോ. പള്ളി കഴിഞ്ഞ് ഞാൻ വന്നിട്ട് 3 മണിക്കൂറായി. അതിനിടയിൽ ഞാൻ പയറൊലത്തി, വാഴയ്ക്കാലത്തി, ഇറച്ചിയും ഒലത്തി. ഞാൻ അവിടെ എന്നാ ഒലത്തുവാണ് ആർക്കറിയാം. നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. എന്നായൊക്കെ പണി കിടക്കുന്നു. മകന് മക്കളുടെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോ എന്തായെങ്കിലും ചെയ്ത് സഹായിക്കണ്ടായോ? ബഹളമോ? ഞാനേ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നതാ, എന്റെ കുടുംബമില്ലാതെ. എവിടെയായിരുന്നു ഇത്ര നേരം മനുഷ്യ? പള്ളിയിലായിരുന്നു കമ്മിറ്റി മീറ്റിംഗ്. ഒരൊടുക്കത്തെ കമ്മിറ്റി. ഇതെന്നതാ എല്ലാ ആഴ്ചയും കമ്മിറ്റി കൂടുമോ? ആ സന്തോഷ് കയറിയ പിന്നെ എല്ലാ ആഴ്ചയും കമ്മിറ്റി കമ്മിറ്റി കമ്മിറ്റി. അത് കൊള്ളാം. എന്നാ പിന്നെ ഒരു പായും കൂടെ അങ്ങ് കെട്ടിയെടുക്കും, പൂർത്തി അങ്ങോട്ട് അങ്ങ് മാറ്റിക്കും. അതാ ഇതിലും നല്ല. നിങ്ങളെ കാത്തിരുന്ന് എന്റെ തല അങ്ങ് നരച്ചു. ഓ ഓ, എന്നതായിരുന്നു അവിടുത്തെ വിഷയം? അവിടുത്തെ കമ്മിറ്റി നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പാടില്ലെന്നാണ് അച്ഛൻ പറയുന്നത്. ഓ, അതൊന്നും കുഴപ്പമില്ലെന്നേ, പെമ്പിളയോട് പറയാം. എന്നതായിരുന്നു ഇന്ന് അവിടെ ചർച്ച ചെയ്തത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഭാര്യമാരോടും പറയാമെന്നാ പറഞ്ഞത്. അയ്യോ, അതുകൊണ്ട് എനിക്കതിന്റെ വിശദീകരണമൊന്നും വേണ്ട. എന്നതായിരുന്നു വിഷയം? ഓക്കെ, നീ ആരോടും പറയരുത് ശോശാമ്മേ. ആരോടും പറയത്തില്ല. എന്നതായിരുന്നു? CSI പള്ളി തുടങ്ങിയിട്ട് 25 വർഷമായി. ജൂബിലി ആഘോഷിക്കുക. ഓ, ജൂബിലിയോ? അതെന്നതാ? അതായത് നമ്മുടെ CSI പള്ളി തുടങ്ങിയിട്ട് 25 വർഷമായി സിൽവർ ജൂബിലി ആഘോഷിക്കാൻ പോവുക. അതിന് ഞങ്ങൾ കമ്മിറ്റിക്കാരും അച്ഛനെല്ലാരും കൂടെ തീരുമാനമെടുക്കും. 25 നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ CSIക്കാർ ഇതുവരെ നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിനെ ശോശാമേ, നീ നല്ല കുടുംബത്തിൽ ജനിക്കണം. നല്ല നല്ല CSI കുടുംബത്തിൽ ജനിക്കണം. CSIയിലും നല്ല കുടുംബക്കാരുണ്ടോ? പിന്നെ എന്നാത്തിനാ മനുഷ്യ നിങ്ങൾ മാർത്തോമാക്കാരിയെ വന്ന് കെട്ടിയേ? അതെ, എനിക്ക് ജീവിതത്തിൽ അവത്തം പറ്റിപ്പോയതാ. അബദ്ധം പറ്റിയതേ എനിക്കാ. നിങ്ങളെ കയ്യിലിരിപ്പൊന്നും ഞാൻ അറിഞ്ഞില്ലാന്ന് വിചാരിക്കണ്ട കേട്ടോ. എന്താ കയ്യിലിരിപ്പ്? നീ കുറെ നാളെ കൊണ്ട് പറയുന്നത് കയ്യിലിരിപ്പ് കയ്യിലിരിപ്പ്. എന്താ എന്റെ കയ്യിലിരിപ്പ്? ഞാൻ വിളിച്ച് പറയുവേ. നീ പറ കേക്കട്ടെ. ഞാൻ വിസ്തരിച്ച് വിളിച്ച് പറയുവേ. കേക്കട്ടെ. പറയടി, നീ പറ. നീ കുറെ നാൾ പറഞ്ഞ് വിസ്തരിക്കുന്നു വിസ്തരിക്കുന്നു. പറയാം. കേക്കട്ടെ. നീണ്ട മുടിയും ആ വലിയ റിങ്ങും ഒക്കെ ഇട്ട് നടക്കുന്നേ ആ ശാലിപ്പെണ്ണിന്റെ പുറകെ നടന്ന് കെട്ടാൻ പറ്റാഞ്ഞോണ്ടല്ലേ? കെട്ടാൻ പറ്റാഞ്ഞോണ്ടല്ലേ നിങ്ങൾ എന്നെ വന്ന് കെട്ടിയത്? നിന്റെ കാര്യം ഞാൻ പറയട്ടെ. ആ ബ്രേക്ക് ഡാൻസ് ചെയ്യുന്ന ആനന്ദിന്റെ പുറകെ നീ എത്ര നാളിങ്ങനെ നടന്നു ഞാൻ കണ്ടതാ. വെച്ച് വിഷയമൊന്നും മാറ്റാൻ നോക്കണ്ട കേട്ടോ. അവിടപ്പം തരാന്ന് പറഞ്ഞ് 10 ലക്ഷം തരാഞ്ഞോണ്ട് കിട്ടാഞ്ഞോണ്ടല്ലേ എന്റെ പാവ അപ്പച്ചൻ വന്ന് 10 ലക്ഷം വാങ്ങി പോക്കറ്റിലിട്ട് എന്നെ കെട്ടിയ. ഇപ്പോഴായിരുന്നു ഓർമ്മ വന്നേ. നിന്റെ അപ്പനെ 10 ലക്ഷം തരാന്ന് പറഞ്ഞിട്ടേ നീ 5 ലക്ഷം തരാണ്ട് എടുക്കണി കാശ്. നിന്റെ അപ്പനെ വിളിക്ക്. എന്റെ അപ്പനെ പറഞ്ഞ് കുറച്ചുകൊണ്ടല്ലോ തൂക്കി ഞാൻ കുത്തുവേ. വേണ്ട കളി. എന്നോട് ഒട്ടും സ്നേഹമില്ല. എപ്പൊ നോക്കിയാലും കുറ്റം പറഞ്ഞോണ്ടിരിക്കും. ഒരു സ്നേഹമില്ല. കല്യാണം കഴിച്ചപ്പോ എല്ലാരും പറഞ്ഞതാ. ആർക്കറിയാം, എന്റെ അപ്പച്ചൻ അമ്മേ പറഞ്ഞതാ.
ആയിരുന്നു അന്ന്. നല്ല CSI കുടുംബത്തിലെ ആണെന്നല്ലേ കെട്ടിച്ച ഇതിയാനെ കൊണ്ട്. അയ്യോ എന്നാ ചെയ്യാനാ. ഞാനേ വെറുതെ കോട്ടയത്ത് ഇരുന്നതല്ലേ, എന്നെ എന്നാത്തിന് എങ്ങോട്ട് കൊണ്ടുവന്നേ കാനഡയ്ക്ക്. കൊണ്ടുവന്നപ്പോ എല്ലാം വാഗ്ദാനങ്ങളായിരുന്നു. എന്റെ ശിവശാമേ, എന്റെ ശിവശാമേ, നിന്നെ ഞാനാ ഇന്നതാവിന്റെ പേര് നഗാറ വെള്ളച്ചാട്ടം കാണിക്കാൻ കൊണ്ടുപോകാം. ഏറ്റവും വലിയൊരു കെട്ടിടമുണ്ട് ഇവിടെ, എന്നതോ പേര് ടൗണോ എന്നതോ, അവിടെ കൊണ്ടുപോയി കാണിക്കാം. എന്നതെങ്കിലും കാണിച്ചോ നിങ്ങൾ? ഈ നാട്ടിൽ ആദ്യം വന്നപ്പോ നീ എവിടെ താമസിച്ചേ? എത്രയോ ഉയരം കൂടിയ ബിൽഡിംഗ് നീ താമസിച്ചേ. ഓ, അതാർക്കും കാണണം. പിന്നെ ഞാൻ എവിടെയെല്ലാം കൊണ്ടുപോയി നിന്നെ? ഞാൻ എന്നെ കൊണ്ടുപോയി ആ ഒരു ചൈന കടയില്ലേ, സൂള്ളി, അവിടെ ഡോളർ കടയിലും കൊണ്ടുപോയി. നിനക്ക് അറിയത്തില്ല, അതാണ് ഇവിടത്തേക്ക് ഏറ്റവും നല്ല കടകളും ഓഫീസുകളും ഒക്കെയാണ്. വിവരമില്ലാത്ത സ്ത്രീ പന്നിക്ക് മുട്ടിയ മൂക്കുത്തി പോലാണ് ബൈബിൾ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന നീ വായിച്ചു നോക്കിയേ. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിലല്ല മനുഷ്യ അത് പറഞ്ഞിരിക്കുന്നല്ലേ, മത്തായിയുടെ സുവിശേഷത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അല്ലല്ല, നിനക്ക് അറിയത്തില്ല, അത് വെളിപാടില്ല പറയുന്നത്. എന്റെ കർത്താവേ, ബൈബിളിലെ ആദ്യത്തെ അവസാനത്തെ പുസ്തകങ്ങളുടെ പേര് മാത്രം പഠിച്ചതുകൊണ്ടായില്ല. അതിന്റെ ഇടയിലും കുറെ നല്ല പുസ്തകങ്ങളുണ്ട്, പലപ്പോഴൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ചുമ്മാ കമ്മിറ്റി കമ്മിറ്റി എന്ന് പറഞ്ഞ് നടക്കാതെ നല്ലവില്ല. നീ ഒരു കാര്യം ചെയ്യും, വിവരമുള്ളവരോട് പോയി ചോദിക്കും, അന്നേരം മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റാണല്ലോ. ആട്ടെ, ഞാനേ അടുത്ത ആഴ്ച പള്ളിയിൽ പോകുമ്പോഴേ കൊച്ചമ്മയോട് ചോദിക്കുന്നുണ്ട്. കൊച്ചമ്മേടോ? അതൊന്നും നീ അച്ഛനോട് ചോദിക്കാതെ? എന്റെ പലിശ ഇവിടെ ഇരുന്ന് ഈ അച്ഛന്റെ പ്രസംഗങ്ങളെല്ലാം